സ്ഥിരം അറ്റകുറ്റ മിനുക്കുപണികളിലൂടെയും കുഴിയെടുക്കൽ പരിപാടിയിലൂടെയും കേരളത്തിലെ റോഡുകൾ സഞ്ചാരയോഗ്യമാകുകയില്ല എന്ന് ഇതിനകം നാം കണ്ടുകഴിഞ്ഞു. റോഡിലെ അറ്റകുറ്റപ്പണികൾ തീവെട്ടിക്കൊള്ളയാണെന്ന് ഒരിക്കൽ പറഞ്ഞത് പിന്നീട് കുറച്ചുകാലം പൊതുമരാമത്ത് വകുപ്പ് കൂടി കൈകാര്യം ചെയ്ത ധനമന്ത്രി തോമസ് ഐസക്കായിരുന്നു. റോഡുകളിലെ കുഴികളുടെ എണ്ണം കൃത്യമായി പറഞ്ഞ് അടക്കാൻ തുടങ്ങിയതും അദ്ദേഹത്തിന്റെ കാലത്താണ്. അടച്ചതും അടയ്ക്കാത്തതുമായ കുഴികളോടെ വകുപ്പ് ഏറ്റെടുത്ത ഇപ്പോഴത്തെ മന്ത്രി എം വിജയകുമാർ ആവട്ടെ റോഡ് നന്നാക്കലിന്റെ സമയം നീട്ടി ഡിസംബർ 31 വരെ എത്തിക്കുകയും ചെയ്തു. എന്നാൽ റോഡിലെ കുഴി അടയ്ക്കാനൊരുങ്ങുമ്പോഴായിരിക്കും മഴ വരിക. ഇങ്ങനെ മഴയെ പഴിച്ച് കുറച്ചുനാൾ മുന്നോട്ടു പോയി. ഇന്ത്യയിലെ റോഡുകളുടെ അപര്യാപ്തതയും ശോച്യാവസ്ഥയും മൂലം പ്രതിവർഷം 20,000 കോടി രൂപയുടെ ദേശീയ നഷ്ടം സംഭവിക്കുന്നുണ്ടെന്നാണ് കണക്ക്. 12 മാസവും സഞ്ചാരയോഗ്യമായ റോഡുകൾ നമുക്കുണ്ടെങ്കിൽ ഖജനാവിനും ജനങ്ങൾക്കുമുണ്ടാകുന്ന നഷ്ടം ഒഴിവാക്കാനാവും. അപകടങ്ങൾ കുറഞ്ഞു കിട്ടുകയും ചെയ്യും. വർദ്ധിച്ചു വരുന്ന വാഹന ഗതാഗതവും വൻ ഭാരം കയറ്റുന്ന ട്രക്കുകളുടെ വരവുമെല്ലാം പരിഗണിച്ച് റോഡ് നിർമ്മാണത്തിന് ആധുനിക സാങ്കേതിക വിദ്യയും പുതിയ യന്ത്രങ്ങളും ഉപയോഗിക്കണമെന്നാണ് വിവിധ കോണുകളിൽ നിന്നും ഉയർന്നുവരുന്ന നിർദ്ദേശം. ചില സംസ്ഥാനങ്ങളിൽ കുഴിയടക്കാനും പുതിയ യന്ത്രങ്ങൾ ഉപയോഗിക്കുന്നു. മഴക്കാലത്ത് പോലും കുഴിയടക്കാൻ പാകത്തിലുള്ള ബിറ്റുമിൻ ലഭ്യമാണെന്നിരിക്കെ റോഡ് നവീകരണത്തിന്റെ പുതിയ യുഗത്തിലേക്ക് പ്രവേശിക്കാൻ കേരളം ഇപ്പോൾ തന്നെ വൈകിയിരിക്കുകയാണ്. മെറ്റലും ടാറും കൂട്ടിക്കുഴച്ച് ഉറപ്പിക്കുന്നതിനു പകരം കോൾഡ് മിക്സ് ബിറ്റുമിനോ സിമന്റ് കോൺക്രീറ്റോ ഉപയോഗിച്ച് കുഴികൾ നികത്തുന്ന രീതികളിലേക്ക് കേരളവും മാറണമെന്നാണ് അഭിപ്രായം. കോൾഡ് മിക്സ് ബിറ്റുമിൻ ചൂടാക്കേണ്ട ആവശ്യമില്ല. എന്നാൽ കുഴിയിലെ വെള്ളം പൂർണ്ണമായി ഒപ്പിയെടുത്ത് വേണം ഇത് ഉപയോഗിക്കാൻ. സിമന്റും മെറ്റലും ഉപയോഗിച്ചുള്ള കോൺക്രീറ്റിംഗ് രീതിയാണെങ്കിൽ കുഴിയിൽ വെള്ളമുണ്ടായാലും കുഴപ്പമില്ല. കുഴി അടച്ച ശേഷം വേനൽക്കാലത്ത് ടാർ ചെയ്യുന്ന പക്ഷം എല്ലാ സമയത്തും റോഡ് സഞ്ചാരയോഗ്യമായിരിക്കുമെന്നാണ് വിദഗ്ധരുടെ അഭിപ്രായം. ഈ രീതികളുടെ പ്രയോഗസാധ്യതയിൽ വിയോജിക്കുന്നവരുമുണ്ട്. വ്യത്യസ്ത അഭിപ്രായക്കാരായ വിദഗ്ധരെ പങ്കെടുപ്പിച്ച് പുതിയ സാങ്കേതിക വിദ്യകൾ വിലയിരുത്തുന്നതിനെക്കുറിച്ച് ആലോചിക്കുകയും വേണ്ടതുണ്ട്. കുഴിയടക്കാൻ മഴക്കാലം കഴിയുന്നതുവരെ കാത്തിരിക്കുന്നതിന് പകരം കുഴിയുണ്ടായി തുടങ്ങുമ്പോൾ തന്നെ അടച്ചാൽ പണിച്ചെലവും ലാഭിക്കാം. വെള്ളം ഒഴുകിപ്പോകാൻ വേണ്ടത്ര ഓടകൾ ഇല്ലാത്തിടത്തോളം കാലം റോഡുകളുടെ ദുർവിധി നീളുമെന്ന കാര്യത്തിലും സംശയമില്ല. ആരെയോ ബോധ്യപ്പെടുത്താനെന്ന മട്ടിലുള്ള കുഴിയടക്കൽ പ്രഹസനത്തിന്റെയും അറ്റകുറ്റപ്പണികളുടെയും ചരിത്രം പിന്നിലുപേക്ഷിച്ച് റോഡുകൾ ഉയർന്ന നിലവാരത്തിൽ നിർമ്മിക്കാനും അങ്ങനെ തന്നെ പരിരക്ഷിക്കാനും നാം എന്നാണിനി ശ്രമിക്കുക. തകരുന്ന റോഡും തുടരുന്ന അറ്റകുറ്റപ്പണിയും ജനങ്ങളുടെ മനസ്സിൽ ഗട്ടറുകൾ സൃഷ്ടിച്ചു കഴിഞ്ഞു. ഈ മിനുക്കുപണികളൊന്നും ഇവയെ മൂടാൻ ശേഷിയുള്ളതല്ല. വീണ്ടും കുഴികളുണ്ടാവുമെന്ന ഉറപ്പുമായി റോഡ് പ്രവൃത്തി ഇങ്ങനെ തുടർന്നുകൊണ്ടേയിരിക്കും. ജോം ജോസിന്റെ ദൃശ്യങ്ങളോടൊപ്പം തലശ്ശേരിയിൽ നിന്നും റംഷീദ് ഇലിക്കൽ, കണ്ണൂർ വിഷൻ.